أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. كل امرئ مسبح في أهله الموت أدنى من شراك نعله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി മുത്തഖികളായി, മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ ചിതറിക്കിടക്കുന്ന ആളുകൾ ഒന്ന് സഫിലേക്ക് മാറി നേരെ ഇങ്ങോട്ടേക്ക് കടന്നിരിക്കണം. സൊഫായിട്ടിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ആളുകളും ഒന്ന് സൊഫിലേക്ക് കയറിയിരിക്കണം. സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. അതിങ്ങനെയാണ്: യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായി വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. ബിൽ ഖൗലി സാബിത്ത്, ഖൗലു സാബിത്തിൽ വിശ്വസിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നമ്മുടെ അടിത്തറ. ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം, അതിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുള്ള ഏതൊരു മുഅ്മിനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറപ്പിച്ചു നിർത്തും എന്നതാണ്. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഐഹികമായ ജീവിതത്തിലും പാരത്രികമായ ജീവിതത്തിലും, രണ്ടു ലോകത്തും, ഇരു ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. ആരെ? ഈമാനുള്ള, വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായി വിശ്വസിക്കുന്ന ആളുകളെ. എന്നാൽ അക്രമകാരികളായിട്ടുള്ള, ലാലിമീങ്ങളായിട്ടുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി പിഴച്ചവരായി ആ ഒരു ലിസ്റ്റിലേക്ക് അവരെ ഉൾപ്പെടുത്തുകയും, എന്നാൽ വയഫ്അലുല്ലാഹു മാ യശാ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഇച്ഛിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഒരു ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കുള്ള ഒരു പ്രതീക്ഷയാണ്. ദുനിയാവും ആഖിറവും ഒരുമിച്ച് അവർക്കുണ്ട് എന്ന് അള്ളാഹു പറയുന്നതിലൂടെ അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാകുന്ന വളരെ പ്രതീക്ഷാ നിർഭരമായ
ഒരു സാഹചര്യമാണ്. ഇനി നമ്മൾ അറിയേണ്ടത്, ഈ വിശ്വാസികളോട് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം. ഹഖ്ക തുഖാത്തിഹി, വിശ്വസിക്കേണ്ട മുറപ്രകാരം. വേറെ സൂറത്ത് തഗാബുൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവിടെ വത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് കഴിയാത്ത, ഒരു വിശ്വാസിക്ക് കഴിയാത്ത ഒരു കാര്യവും അടിച്ചേൽപ്പിച്ചിട്ടേ ഇല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഏതൊരാൾക്കും കഴിയുന്നത് മാത്രമാണ്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിർബന്ധമാക്കിയിട്ടുള്ളൂ. ആ തദടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരമുള്ള വിശ്വാസം അത് നിലനിർത്തണം എന്ന് പറയുന്നതോടൊപ്പം അല്ലാഹു പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണത്തെ പുൽകരുത്, നിങ്ങൾ മരിച്ചു പോകരുത്, മരണപ്പെട്ടു പോകരുത് എന്ന് വളരെ കൃത്യമായി നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ആഖിർ അല്ലെങ്കിൽ നമ്മുടെ പര്യവസാനം അല്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് അത് തികച്ചും വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ഒരു മുസ്ലിമായ നിലയിൽ ഇവിടെ നിന്ന് മരണപ്പെടുക എന്നതാണ്. അങ്ങനെ മരണപ്പെടണം, അവസാനം മുസ്ലിമായിക്കൊണ്ടല്ലാതെ ഈ ലോകത്തോട് വിട പറയരുത് എന്നത് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ നല്ല മരണം, നമ്മൾ പലപ്പോഴും നല്ല മരണം എന്ന് പലരെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. നല്ല മരണം എന്നത് ജനങ്ങളെ വിധി എഴുതുന്നത് പലപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ലല്ലോ. നമ്മൾ ഒരാളെ കുറിച്ച് ആ നല്ല മരണമാണ്, അത് നമ്മുടെ ഒരു വീക്ഷണമാണ്, നമ്മുടെ ഒരു ചിന്തയിൽ നിന്നുണ്ടായതാണ്. ഒരു പക്ഷേ ഒരാൾ മരണപ്പെടുന്നത് അവൻ്റെ ആ സഹോദരൻ്റെ ആ കുടുംബത്തെ കണ്ടുകൊണ്ടാകാം, മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാകാം. എല്ലാവരെയും കണ്ടുകൊണ്ട് സ്വന്തം വിരിപ്പിൽ കിടന്നൊരാൾ മരണപ്പെട്ടാൽ നമ്മളൊരു പക്ഷേ പറയും നല്ല മരണമാണ്. ആവാം, ആവാതിരിക്കാം, അത് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. എന്നാൽ നമ്മൾ അറിയേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, എവിടെ വെച്ചും ഏതൊരു മനുഷ്യനും മരിക്കാം. വീട്ടിൽ വെച്ചാകാം, അങ്ങാടിയിൽ വെച്ചാകാം, സ്വദേശത്തോ വിദേശത്തോ എവിടെ വെച്ചും മരണം സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ആത്യന്തികമായി അറിയേണ്ട വിഷയം എന്താണ്? മുസ്ലിമായി മരിക്കണം എന്നതാണ്. അതാണ് മരണത്തെക്കുറിച്ച് അവൻ നല്ല മരണം എന്ന് പറയുന്നത്. മുസ്ലിമായി മരിക്കുക എന്നത് മാത്രമാണ്. ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരാളുടെ മരണത്തെക്കുറിച്ച് എടുക്കേണ്ട തീരുമാനം അത് നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹു പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നതാ. അപ്പൊ മുസ്ലിമായി മരിക്കുക എന്നതാണ് പ്രധാനം. അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാകണം നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും. ആഖിബത്ത് നന്നാക്കിയെടുക്കാൻ, പര്യവസാനം നന്നാക്കിയെടുക്കാൻ എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും നമ്മൾ അത് ചെയ്യാൻ തയ്യാറാകണം. അൽഅഅ്മാലു ബിൽ ഖവാത്തിം, എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കുണ്ട്, എന്തെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, എന്നാൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. എൻ്റെ അവസാനം നല്ല കർമ്മങ്ങളോടുകൂടി, നല്ല പ്രവർത്തനങ്ങളോടുകൂടി എനിക്ക് ആഖിബത്തുണ്ടാകണം, എൻ്റെ പര്യവസാനം അങ്ങനെ ആകണം എന്നതാ. ദുനിയാവിൽ കിട്ടുന്ന സകലമാന അനുഗ്രഹങ്ങളും എന്തെല്ലാം നമുക്കുണ്ട്. ഇവിടെ മക്കളുണ്ട്, സമ്പാദ്യമുണ്ട് നമ്മൾക്ക്, അതുപോലെ തന്നെ അധികാരമുണ്ട് നമ്മൾക്ക്. പക്ഷേ ഇതൊക്കെ നമ്മുടെ പര്യവസാനം നന്നാകാനുള്ള മാനദണ്ഡമാണോ? ഇവിടെയാണ് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ,
നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഖിബത്ത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതെല്ലാം കിട്ടിയത് കൊണ്ട് എൻ്റെ ആഖിബത്ത് നന്നാകും എന്ന് നമ്മളാരും ധരിക്കരുത്. നമുക്ക് എന്തൊക്കെ ഉണ്ട് നമ്മൾക്ക്, അതൊക്കെയും നമ്മൾ നമ്മുടെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി അത് ചെലവഴിക്കുക എന്നതാ. മഹാനായ യൂസുഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം യൂസുഫ് നബിയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. കിരീടാവകാശിയായ ഫിർഔൻ അവിടെ ഭരണാധികാരിയായി അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആ രാജ്യത്തിൻ്റെ, ഈജിപ്തിൻ്റെ ഭരണാധികാരം യഥാർത്ഥത്തിൽ അത് നിർവഹിച്ചിരുന്നത് യൂസുഫ് നബി ആയിരുന്നു എന്ന് ചരിത്രം സത്യമാണ്. ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, നിഅമത്തുകളെ സംബന്ധിച്ച് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് ഖുർആനിൽ കാണാം. സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി പ്രാർത്ഥിക്കുക, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, റബ്ബി എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്ക്, തീർച്ചയായും റബ്ബേ നീ എനിക്ക് അധികാരം നൽകിയിട്ടുണ്ട്. യൂസുഫ് നബി എനിക്ക് നീ അധികാരം നൽകിയിട്ടുണ്ട്. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, കാര്യങ്ങൾ, വർത്തമാനങ്ങൾ എല്ലാം കൃത്യമായി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യൂസുഫ് നബിക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ എല്ലാ അറിവുകളും എനിക്ക് റബ്ബേ നീ നൽകിയിട്ടുണ്ട്. റബ്ബേ ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ നാഥനെ വിളിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, റബ്ബേ നീയാണ് എൻ്റെ രക്ഷാധികാരി ദുനിയാവിലും ആഖിറത്തിലും റബ്ബേ നീയാണ് എൻ്റെ രക്ഷകൻ, എന്നെ രക്ഷപ്പെടുത്തുന്നവൻ. അതുകൊണ്ട് അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ അടിവരയിടേണ്ടത്. ആ യൂസുഫ് നബി പ്രാർത്ഥിക്കുക, തവഫനി മുസ്ലിമാ, പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, റബ്ബേ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മൾ അറിയണം, എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന യൂസുഫ് നബി, ഈജിപ്ത് മൊത്തം ഭരണം നടത്തിയിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പറയാ, റബ്ബേ നീയാണ് രക്ഷാധികാരി റബ്ബേ, അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര തവണ നമ്മൾ പ്രാർത്ഥിക്കണം? നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇവിടെയാണ് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ, ഇബ്രാഹിം നബി ഒരിക്കലും യഹൂദിയായിരുന്നില്ല, ഇബ്രാഹിം നബി ഒരിക്കലും ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, ഇബ്രാഹിം നബി ഋജുമാനസനായ വളവില്ലാത്ത ഒരു മുസ്ലിമായിരുന്നു എന്ന് ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല നൽകിയ ഒരു സർട്ടിഫിക്കറ്റാണ്. ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ, ഇന്നഹു കാന ഉമ്മ, ഇബ്രാഹിം നബി ഒരു സമുദായമായിരുന്നു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ലേ? ആ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നത് ഋജുമാനസനായ വമുസ്ലിമൻ, മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കായിരുന്നില്ല. ശിർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് വളരെ കൃത്യമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയാം. ഇവിടെ ഈ പ്രവാചകന്മാരൊക്കെയും അള്ളാഹുവിനോട് കേണപേക്ഷിച്ചത്, റബ്ബേ എന്നെ മുസ്ലിമായി ജീവിപ്പിച്ച്, റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്ന ഒരു ദുആയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ നമ്മളുടെ പര്യവസാനം, നമ്മളുടെ ആഖിബത്ത് മുസ്ലിമായിക്കൊണ്ട്, ഒരു മുസ്ലിമായിക്കൊണ്ട് ഉണ്ടാവണം, നടക്കണം എന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം.
ചില പര്യവസാനക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിലും ഖുർആനിലുകളിലൊക്കെ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് ഇസ്തിഖാമത്തിലായിക്കൊണ്ട് മരണപ്പെടുക എന്നതാണ്. അത് ഒരു നല്ല ലക്ഷണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാണ് എന്ന് പറയാ. അത് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് പറയൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ അത് തെളിയിക്കണം. അതാ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ ഇസ്തിഖാമത്ത് നടത്തുകയും. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്കില്ലാതെ ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മരിക്കുന്നത് വരെയും ഇസ്തിഖാമത്ത് നടത്തി ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലായികത്തുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലവർ. മാത്രമല്ല വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവർ നിങ്ങളാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഒരു നല്ല മരണം സംഭവിക്കണമെങ്കിൽ ഇസ്തിഖാമത്തിലാണ് എങ്കിൽ, ഇസ്തിഖാമത്ത് നടത്തിക്കൊണ്ടാണ് ഒരാൾ മരണത്തെ പുൽകുന്നത് എങ്കിൽ നല്ല മരണമാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെന്നതാണ്. രണ്ടാമതായി നമ്മൾ അറിയേണ്ടത്, മരണവേളയിൽ ഷഹാദത്തോടുകൂടി മരിക്കുക എന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയണം എന്നു തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നല്ല മരണം പുൽകാൻ നല്ല ആളുകൾക്ക് മാത്രമേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിക്കാൻ പറ്റും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആഖിറിൽ, അവസാനം, നമ്മുടെ പര്യവസാന സമയത്ത് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട്, ഷഹാദത്തിന്റെ സാക്ഷ്യം ഉച്ചരിച്ചുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നത് എങ്കിൽ അത് നല്ല മരണമാണ്. ദഖലൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ് എന്ന് ഹദീസുകളിൽ കാണാം. അങ്ങനെയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയേ മതിയാകൂ, പരിവർത്തനത്തിന് നമ്മൾ വിധേയമായ മതിയാകൂ. വേറൊരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച പകലിലോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം അതിൻ്റെ രാത്രിയിലോ മരണപ്പെട്ടാൽ അതൊരു നല്ല മരണമാണ് എന്ന് ഹദീസുകളിൽ കാണാം. അവിടെ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു വെള്ളിയാഴ്ചയിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രിയിൽ മരിച്ചു എന്നത് മാത്രമല്ല, വിശ്വാസവും കർമ്മവും അതിനനുസരിച്ച് അവൻ ചിട്ടപ്പെടുത്തി ആ ദിവസങ്ങളിൽ മരണപ്പെട്ടാൽ അതൊരു നല്ല മരണമാണ് എന്ന് പറയപ്പെടും എന്നാണ് ഇമാം തുർമുദി തൻ്റെ സുനനിൽ അതാ ആ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ മുസ്ലിമിൻ യമൂത്ത്, ഏതൊരു മുസ്ലിമും മരണപ്പെടുന്നത് യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ജുമയുടെ പകൽ അല്ലെങ്കിൽ തലേ രാത്രിയിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് ചില രക്ഷയുണ്ടാകുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല മരണമാണ് സംഭവിച്ചത് എന്നതുകൊണ്ടാണ്. അത് കേവലം ദിവസത്തിനല്ല പ്രാധാന്യം, നമ്മുടെ കർമ്മവും അതിനേക്കാളപ്പുറം വിശ്വാസം, അതിനനുസരിച്ചുള്ള കർമ്മവും അത് ചിട്ടപ്പെടുത്തിയെങ്കിൽ അത് ഈ ദിവസങ്ങളിലാവുകയും ചെയ്തു മരണം സംഭവിക്കുന്നത് എങ്കിൽ രക്ഷ കിട്ടുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ സംബന്ധിച്ച് അതൊരു നല്ല മരണമാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ള പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഒരാൾ മരണപ്പെട്ടു, സ്വാഭാവികമായി നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ട്, അതൊരു നല്ല മരണമാണ്. ഏതെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പുകഴ്ത്തി പറയണം എന്ന് വിചാരിച്ചു പറഞ്ഞതോ അല്ല, അത്തരത്തിലുള്ള ഒരു വർത്തമാനമല്ല.
മറിച്ച് ഒരു സ്വാഭാവികമായുള്ള ഒരു സംസാരം, ആ വ്യക്തിയുടെ മരണം അതൊരു നല്ല മരണമാണ്, അദ്ദേഹം ഖൈറായ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരുന്നു എന്നൊക്കെ പറയുന്ന സ്വാഭാവിക വർത്തമാനമുണ്ടല്ലോ. അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അതൊരു നല്ല മരണമാണ് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, എന്ത് മറ ബി ജനാസ, ഒരു സമയത്ത് ഒരു ജനാസയുമായി ഒരു മയ്യിത്തുമായി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ കൂടെയുള്ള ആളുകള് ആ മയ്യത്തിനെ പുകഴ്ത്തി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി കൂടെയുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ആ സമയത്ത് ഇത് കേട്ടപ്പം പറഞ്ഞു വജബത്ത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സുമ്മ മർറു ബി ഉഖ്റ, മറ്റൊരു മയ്യത്തുമായി പോകുന്ന സമയത്ത് റസൂലുള്ളാഹി ഈ ആളുകൾ കൂടെ പോകുമ്പോൾ പറഞ്ഞു, എന്തു പറഞ്ഞു? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൂടെയുണ്ട്. ആ മയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹം ഇത് മോശമായ ഒരു നല്ല മനുഷ്യനായിരുന്നില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത്. ഇത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ റസൂലേ, എന്താ മാ വജബത്ത്? 2 തവണയും നിങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞല്ലോ, എന്താണ് ആ വജബത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ, നിങ്ങൾ ഒരു മയ്യത്ത് പോകുമ്പോൾ നല്ലത് പറഞ്ഞില്ലേ, ആ നല്ലത് പറഞ്ഞതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു വജബത്ത് അലൈഹിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ വഹാദാ അസ്നൈതും അലൈഹി ശർറ, വേറെ ഒരു മയ്യത്തിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ അത് ഷർറാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, എന്നാൽ വജബത്ത് അലൈഹി നാർ, അദ്ദേഹത്തിന് നരകമുണ്ട് എന്നുമാണ് അതിൻ്റെ അർത്ഥമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പലരും മരണത്തിന് വിധേയമാകാം, പലരും പല കർമ്മങ്ങളും ചെയ്ത ആളുകളാകാം, പക്ഷേ ഒരു പേരിന് വേണ്ടിയായിരുന്നില്ല, ഒരു പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല, ഒരു സ്റ്റാറ്റസിന് വേണ്ടിയായിരുന്നില്ല അദ്ദേഹം ചെയ്തത് എന്നത് നാട്ടിലെ ആളുകൾക്കറിയാം. അദ്ദേഹം ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മരണത്തെ പുൽകിയതെങ്കിൽ സ്വാഭാവികമായി ആ വ്യക്തിയെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ചാണെങ്കിലും പുരുഷനെ കുറിച്ചാണെങ്കിലും ഒരു പക്ഷെ പറഞ്ഞേക്കാം നല്ലൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതകാലം എനിക്കറിയാം എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് പറയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷിയായി, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പറയുന്ന ഒരു വർത്തമാനമാണ് നല്ലവനായിരുന്നു എന്ന്. അങ്ങനെയാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർ നല്ലവരിൽ ഉൾപ്പെട്ടവരാണ് എന്ന്. നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. വളരെ കുറഞ്ഞ കാലം മാത്രം നമ്മൾക്കിവിടെ ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ചതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും മാറ്റമില്ല. അതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ. ആകെ കൂടി സത്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം മരണമാണ്. അത് നിശ്ചയിക്കപ്പെട്ട അതേ സമയത്ത് നടന്നിരിക്കും, അതിലൊരു സംശയവുമില്ല. വേറെ എന്ത് തീരുമാനവും നമ്മൾക്ക് മാറ്റിവെക്കാൻ കഴിയും. മരണം അത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ നമ്മുടെ പര്യവസാനം നന്നാകാൻ, ആഖിബത്ത് നന്നാകാൻ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണോ അതൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ഈ സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ച് ആ നിലക്ക് ആലോചിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ഞാൻ എൻ്റെ ഇൻഡിവിജ്വലായി വ്യക്തിപരമായി ഞാൻ ചെയ്യേണ്ടതുണ്ട്, സാമൂഹികമായി കൗടുംബികമായി ഞാൻ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ഉത്തമ ബോധ്യത്തോടു കൂടി കൃത്യമായി നിർവഹിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം അത് ലഭിക്കണം നമ്മൾക്ക്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ്, ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ മദീനയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലം. അവിടെ ഹിജ്റ പോയി അവിടെ താമസിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശക്തമായ പനി വന്നു, മുമ്പിച്ച പനി. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനും പനിയുണ്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കാണ് കുല്ലുംബ്രിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി. ഓരോരുത്തരും പുലരുമ്പോൾ സബ്ബഹക്കല്ലാഹ് സബ്ബഹക്കല്ലാഹ്. അറബികൾ ഒരു രീതിയിൽ പറയും, നമ്മൾ മറ്റൊരു രീതിയിൽ പറയും. ഒരു വിശ്വാസി അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കും. ഇങ്ങനെ ആണ് നമ്മളൊക്കെ ഒരു പുലരിയെ സ്വീകരിക്കുന്നത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് പറയാം റളിയല്ലാഹു അൻഹു, അൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി. മരണം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറും നമ്മുടെ കാലും അത് നിൽക്കുന്ന ബന്ധം എന്തുമാത്രമുണ്ടോ അത്രേ ഉള്ളൂ മരണം. മരണം എന്ന് പറയുന്ന സംഗതി, വസ്തുത അത്രേ ഉള്ളൂ. ഏത് സമയവും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് പറയാൻ കാരണം മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഓരോ ദിവസവും ധാരാളമായ മരണങ്ങൾ എല്ലാ ഭാഗത്തും, സ്വദേശത്തും വിദേശത്തും. മാത്രമല്ല ജാതികൾ മറന്നുകൊണ്ട്, പ്രായങ്ങൾ വ്യത്യാസമന്യേ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം. അതൊരു ഭാഗത്ത് നടക്കുമ്പം ആത്മഹത്യകൾ ഇപ്പോൾ കുറച്ചായിട്ട് അതും വർദ്ധിച്ചു വരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിഞ്ചോമന മക്കൾ, 10ലും 12ലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ആത്മഹത്യകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായ ഒരു കാരണം, നമ്മൾ മുസ്ലിംകൾ ഇത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക്, നല്ല ബുദ്ധിയോടുകൂടി ഇത്തരം ഒരവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നത് തികച്ചും ആത്മീയമായ മതപരമായ ഒരു ചിന്ത, ഒരു ബോധം ഇല്ല എന്നതാണ്. നമ്മുടെ പുതിയ ജനറേഷനെ സംബന്ധിച്ച് നമ്മൾ ഏറെ ഭയപ്പെടുന്നതും അതാണ്. മതബോധം ഉണ്ടാകുന്നതെടുത്ത്, അല്ലെങ്കിൽ അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, തനിക്ക് പോകാനുള്ള ഒരു ഇടമുണ്ട്, ഖബർ, ആരും തുണയില്ലാത്ത ഒരിടം. ആ ഒരു ഇടത്തിലെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഇന്നത്തെ പുതിയ ജനറേഷൻ ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയ ഒരു വിഷയം വരുമ്പോഴേക്കും മരണമാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാരണമെന്ന് അല്ലെങ്കിൽ വിഷയമെന്ന് മനസ്സിലാക്കി ആ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു എന്നതാണ്. അതേപോലെ തന്നെ ചില സാങ്കേതികമായ പല കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു രക്ഷിതാവും തൻ്റെ മകൻ, തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. പക്ഷേ ചെറിയ നിസ്സാരമായ എന്തെങ്കിലും ഒരു കാര്യം അത് സഹിക്കാൻ, അത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല, നമ്മളത് അറിയിക്കുന്നുമില്ല. അവിടെ നിന്നൊക്കെ നമ്മൾ മാറണം. നമ്മുടെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച്, നമ്മുടെ വരുമാനത്തെക്കുറിച്ച് നമ്മുടെ മക്കളും അറിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുമാനത്തിന് വിധേയമായി കുടുംബം ജീവിക്കാൻ നമ്മുടെ മക്കൾ ആ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ. മക്കൾ പറയുന്നതൊക്കെയും അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നത് എവിടെയുമില്ല. ഇപ്പോൾ സൈക്കോളജിക്കൽ അതിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു വരുന്നത് ഒരു 60% വരെ ഒക്കെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാം, ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. പക്ഷേ നമ്മൾ അതിനൊന്നും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. എനിക്കെൻ്റെ ഉപ്പയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില വാക്കുകളാണ് ഞാൻ കേട്ടത് എന്ന് മനസ്സിലാക്കുന്നു. അതിനേക്കാളപ്പുറം എനിക്ക് പോകാനുള്ള ഒരിടമുണ്ട്, അവിടെ എനിക്ക് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും, ഞാൻ നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് നമ്മുടെ മക്കൾ നേടുന്നുമില്ല. ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കേണ്ടത്. അതിനേക്കാളും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം വളരെ മോശമാണ്. നിങ്ങൾ പത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഒരു ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം ജില്ലകളിൽ നിന്നാണ് MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്നത്, അതിൻ്റെ അളവുകൾ എന്തുമാത്രമുണ്ട് എന്ന് നമ്മളറിയാം. നമ്മളിപ്പോൾ സുരക്ഷിതരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്.
തന്നെ എൻ്റെ മക്കളടക്കം നിങ്ങളുടെ മക്കളടക്കം സുരക്ഷിതരാണ് എന്ന് നമ്മൾ വാദിക്കും, ആരുടെ മുമ്പിലും വാദിക്കും. പക്ഷെ ഒരു കാര്യം, അതിൻ്റെ സത്യം നമ്മൾ അറിയണം, നമ്മുടെ മക്കൾ സുരക്ഷിതരല്ല. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ നമ്മളെക്കുറിച്ച് വലിയത് പറയുന്നുവെങ്കിലും ഈ കൂട്ടത്തിൽ നമ്മൾ സുരക്ഷിതരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം നമ്മുടെ മക്കളും ഇതിന് വശംവദരായിക്കൊണ്ടിരിക്കുന്നു. വേറെ ഏറ്റവും ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു MDMA പിടിക്കപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ SIയുമായി സംസാരിച്ച ഒരു പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തെ ഇടപെട്ടപ്പോൾ മനസ്സിലായെന്താ വെച്ചാൽ ഇതിൻ്റെ വൻ സ്രാവുകൾ, ഇതിൻ്റെ മെയിൻ ഓണറുകൾ അവർ സുഖമായി ജീവിക്കുന്നു. എന്നിട്ട് കുറച്ച് ഈ വിൽപ്പനക്കാരായ കുറച്ച് ആൾക്കാരെ ചാവേറുകളാക്കി പുറത്തേക്ക് വിടുക. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് കേസ് കിട്ടണം. അതിന് ഈ വൻ സ്രാവുകൾ തന്നെ നമ്മുടെ ഈ മക്കളെ പേര് കൊടുത്തിട്ട് അവരെ ഈ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ദയനീയമായ ഒരവസ്ഥ കൂടി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നതല്ല. നമ്മൾ ഉത്ബുദ്ധരാവുക എന്നത് മാത്രമേ ഇതിന് വഴിയുള്ളൂ. എന്നാൽ ഇതിന് രക്ഷപ്പെട്ട് സുഖലോലുപരായി വലിയ ആഡംബര കാറുകളിലും അതേപോലെ തന്നെ റിസോർട്ടുകളിലും താമസിച്ച് പാവപ്പെട്ട നമ്മുടെ മക്കളെ ഇതിന് ചാവേറുകളായി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മൾ തികച്ചും ജാഗ്രത പാലിച്ചുകൊണ്ട് നമ്മളെ മക്കളെക്കുറിച്ച്, നമ്മുടെ കുട്ടികളെക്കുറിച്ച് തികച്ചും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ അതിനോടൊക്കെ ചേർന്നുകൊണ്ട് ഇത് നടത്തപ്പെടുന്ന വൻ റാക്കറ്റുകൾ ഉണ്ട്. ഈ റാക്കറ്റുകളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ മക്കൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥയിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മക്കൾ ഒരു കൃത്യസമയത്ത് നമ്മുടെ വീട്ടിലെത്തുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ 1-ാം തീയതി മുതൽ നമ്മുടെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. മക്കൾക്ക് വീട്ടിൽ കയറി വരാനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിനപ്പുറം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ സ്വന്തം എൻ്റെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പിച്ചോ, ഏതെങ്കിലും ഒരു റാക്കറ്റിൻ്റെ പിന്നാലെയാണ് എൻ്റെ മകൻ എന്ന് ഞാൻ കണക്ക് കൂട്ടിയേ മതിയാകൂ. ഇങ്ങനെ വളരെ ഷെഡ്യൂൾഡായിട്ട് നമ്മൾ വളരെയധികം ചിന്തിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശം പോകുന്നത് എന്ന് നമ്മൾ അറിയുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന മുഅ്മിനുകളിൽ മുത്തഖികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ കഴിഞ്ഞുകൂടാനുള്ള അവസരം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കൾക്ക് സ്വന്തം രക്ഷിതാക്കളോടും രക്ഷിതാക്കൾക്ക് മക്കളോടും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ഇടപഴകിയും ജീവിക്കുവാനുള്ള അവസരം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുകയാണ്. വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. പേരെടുത്ത് പറയേണ്ടതില്ല. അള്ളാഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ദിവസവും ഇത്രയും ആളുകളാണ് നമ്മോട് വിട പറയുന്നത്, മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹു തആല മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك اللهم اجعلنا من المسلمين واجعلنا من المتقين
واجعلنا من المخلصين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار